ഹായ് ഗൈസ്, ഡേ 9. ഇന്ന് നമുക്ക് പുഷ് ചെയ്യണം. അപ്പോൾ ജിമ്മിൽ ചെന്നാണ്. Palm trees swaying with the ocean as my guide. Top down riding, let the west coast vibes collide. Corner store stops, grab a drink, it's all good. Cruising through the streets of my neighborhood. Hey yo, west coast weather, the sun sets. ഹായ്, അപ്പം ജിമ്മിൽ പോയിട്ട് വന്നു. ഇപ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഓക്കെ നിനക്ക് അവിടെ നിന്ന് എത്ര ടൈം, നീ ജിമ്മിൽ പോകണോ, വന്നിട്ട് കുക്ക് ചെയ്യണോ, എന്നിട്ട് ഓഫീസിൽ പോകണോ? ഇപ്പോൾ അവർ തമാശക്ക് പറയും, ഓക്കെ നിനക്ക് മാത്രം 48 hours ഉണ്ടോ, ഞങ്ങൾക്ക് എന്താ 24 hours ഉള്ളൂ. സോ അപ്പോൾ ഞാൻ ഓർത്തു, ഓക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യാം എന്നുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാമെന്ന്. ആക്ച്വലി ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഡേയുടെ തലേദിവസം നൈറ്റ് ആയിരിക്കണം. കിടക്കണതിന് മുന്നേ ഒരു 5 to 10 minutes നിങ്ങൾ നാളത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങൾ നാളെ ഏതൊക്കെ ടാസ്ക്കാണ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യുക. എന്നിട്ട് ആ ടാസ്കിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. പറ്റുവാണെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതുക. കേൾക്കുമ്പോൾ ക്രിഞ്ചാണെന്ന് തോന്നും, ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ ഫുൾ ഡേ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. എന്നിട്ട് ഓരോ വലിയ ടാസ്ക്കും സ്മോൾ പോർഷൻസ് ആക്കുക. ഫോർ എക്സാമ്പിൾ, എൻ്റെ CA ഫൈനൽ ടൈമിൽ ഞാൻ ഫോളോ ചെയ്ത ഒരു മെത്തേഡായിരുന്നു. ഞാൻ ഒരു 1 hour ഫുൾ ഫോക്കസിലിരുന്ന് പഠിക്കും. എന്നിട്ട് ഒരു 10 minutes ഞാൻ ബ്രേക്ക് എടുക്കും. ആ ടൈമിൽ ഞാൻ ഫോണിൽ കറക്റ്റ് ഒരു 10 minutes അലാം സെറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ റീൽസോ ഷോർട്സോ കാണും. സോ അപ്പോൾ എൻ്റെ മൈൻഡിന് അറിയാം, ഓക്കെ ഞാൻ 1 hour ഫുൾ ഫോക്കസിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ 10 minutes എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഈ റിവാർഡ് ടെക്നിക്ക് ആക്ച്വലി പഠിത്തത്തിൽ മാത്രമല്ല, നിങ്ങളുടെ വർക്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ഒക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റീവായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കും. അതുപോലെ തന്നെ നല്ല എൻ്റർടൈൻമെൻറ്റും കിട്ടും.